ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞായറാഴ്ച ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ട്, ഒരു പരിപാടിയില്ല. വീട്ടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അങ്ങോട്ടും പോകണം. 4 മണിക്കേശാണ് പരിപാടി. വീട്ടിലുണ്ട്, രാവിലെയൊക്കെ കഴിഞ്ഞു. മുടി വെട്ടാൻ പോകണം, ഊട്ടിക്ക് പോകണം. മുടി ഒന്ന് വെട്ടാന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇന്ന് പരിപാടി. ചെക്കന്മാരും ഇല്ല, എല്ലാവരും പുറത്തോട്ട് പോയിക്കുക. ചെക്കന്മാർക്കൊക്കെ കല്യാണം അങ്ങനത്തെ ഓരോ പരിപാടിയായിട്ട് പോയിക്കുക. മമ്മി ഇവിടെ ഉണ്ട് കേട്ടോ. കൊറേ പേര് ഇങ്ങനത്തെ സലാം പറയുന്നുണ്ട്. തിരിച്ച് സലാം പറയും. തിരിച്ചെല്ലാവരോടും സലാം പറഞ്ഞിട്ടുണ്ടമ്മ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ അവിടെ ഉണ്ട്. ഇനി നേരെ റോട്ട് പോവുക, മുടി കിട്ടുക. ജസ്റ്റ് ആയിരോ ഞാൻ പോവാ. ചായ അടിച്ചിട്ട് വേണം നേരെ റോട്ട് പോവാൻ. അപ്പം പോയിട്ട് നെല്ലിക്കട ചെക്കനെടുക്കണം. ചെക്കനെടുത്തിട്ട് കുറേ ദിവസമായി ഗൈസ്. ഈ കോട്ട് വണ്ടിയിൽ വെച്ചിട്ട് കുറേ ദിവസമായി. ഈ കോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നേരെ വണ്ടി എടുക്കുക ഗൈസ്. ഇനി നെല്ലിക്കാട് എത്തിയിട്ട് ബാക്കി എന്താ വെച്ചാൽ വണ്ടിയിൽ എണ്ണ ഇല്ല, അപ്പോൾ എണ്ണ അടിക്കണം. മിന്നാൻ തുടങ്ങിക്കണം. അപ്പം ഇനി എണ്ണ അടിക്കണം, മുടി വെട്ടണം. അപ്പോൾ മുടി വെട്ടി എണ്ണ അടിച്ചിട്ട് വന്നിട്ട് കാണാം ഗൈസ്. സെറ്റാക്കാണ്ട് അവിടെ പരിപാടിക്ക് പോകുമ്പോഴേക്കും മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കണം. വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ പരിപാടി. അപ്പോൾ മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കണം. ഡ്രസ്സ് നേരെ എടുത്തു. അപ്പോൾ അതൊക്കെ തന്നെ കഴിക്കുന്ന പരിപാടി. ഉമ്മാൻ്റെ പരിപാടി കേട്ടോ അതൊക്കെ. പൂളക്കിഴങ്ങ് വെച്ചിക്കണ്ട വീടിൻ്റെ ഫ്രണ്ടിൽ എത്രയും പാറയുണ്ട്, അതിലുകൊണ്ടൊരു പൂളക്കിഴങ്ങ് വെച്ചിക്കുക, ഒരു വാഴി. ഇതൊക്കെ ഉമ്മാൻ്റെ പരിപാടിയാണ്. വെള്ളം കൊണ്ടുവരുന്നുണ്ട്. ഈ വെള്ളം കുടിച്ച് നേരെ ഓടി. ഇന്നലെ ഞാൻ വെള്ളം കുടിച്ചപ്പോൾ ഇരുന്നിട്ട് കുടിക്കുകയെന്ന് പറയാൻ പറ്റുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു ധൃതിയിൽ അങ്ങനെ നിന്നിട്ട് കുടിച്ചാൽ ഞാൻ പറയാം. അപ്പം നെല്ലിക്കടത്തിട്ട് കാണാം. കുറേ പേര് പറഞ്ഞു വണ്ടി ഓട്ടിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യരുത്. ശരിയാണ്, സംഭവം ശരിയാണ്. ഞാൻ തണ്ട ഇങ്ങനെയുള്ള ഉൾറോട്ടിൽ കൂടെ മാത്രമേ ഞാൻ ഫോണെടുത്ത് കൈ പിടിക്കുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങി നെല്ലിക്കടത്തി ചായ പിടിച്ചിട്ട് മുടി വെട്ടാൻ പോകാന്നുള്ള പ്ലാനാക്കി. ഞാനടിച്ച് ഇവിടെ വന്നൊരു ചായ പിടിച്ച് കഴിഞ്ഞാൽ ഒരു വൈബ് തന്നെ. ഹോട്ടലുണ്ട്. ഞായറാഴ്ച ഒരു 4 മണി വരെ ഉണ്ടാവും. 4 മണി വരെ ചിലപ്പോൾ 6 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ചായ പിടിച്ചിട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചു. ആരും ഇല്ല വയസ്സുണ്ടോ, ഒരാളും ഇല്ല. ചെക്കന്മാരെല്ലാവരും കല്യാണം ഓരോ പരിപാടിക്ക് പോയിക്കുക. ഞാൻ പോസ്റ്റ് എവിടേക്ക് ഞാൻ പോകാമെന്നുള്ള പ്ലാനിങ് ആക്കിയാലോ ആരും ഇല്ലേ. അപ്പം ഇനി നേരെ മുടി വെട്ടാൻ പോയി. ചായ കുടി കഴിഞ്ഞാൽ നേരെ മുടി വെട്ടാൻ പോവുക. അപ്പം മുടി വെട്ടാണ് എത്തിരി കാണാം ഗൈസ്. മുടി വെട്ടാൻ കുറേ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ആൾക്കാർ വരുമ്പോൾ ഇയാൾ ഈ ചെങ്ങായി തന്നെ ഇടയിൽ മാറ്റുക. കുറച്ച് കഴിഞ്ഞ് വെട്ടാറുണ്ട്. കുറേ നേരം ഗൈസ് ഇവിടെ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് അവസ്ഥ ആലോചിച്ച് നോക്ക്. വെട്ടിത്തരില്ല, എന്ത് ചെയ്യണം. ഇതിപ്പോൾ 3 പേര് വന്നു ഗൈസ്. ഞാൻ വന്നതിന് ശേഷം 3 പേര് ഒക്കത്തിന് ഞാൻ എന്നെ ഇറക്കുക. അവിടുന്ന് ഒരാൾ വന്നാൽ എന്നെ ഇവിടെ ഇറക്കുക, അപ്പുറത്തേക്ക് ഇരുത്തുക, എന്നിട്ട് അവനെ വെട്ടി വിടുവൊക്കെ. ഞാൻ ഇവിടെ ഇരിക്കുക. നോക്ക് ഗൈസ്, മുടി വെട്ടൽ കഴിഞ്ഞു കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ. മുടി വെട്ടിയത് ഒക്കെ ആയോ പോരായിരുന്നു. എന്തായാലും നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം ഗൈസ്. എന്നിട്ട് വേണം ഇയാളെ എനിക്ക് പൊങ്കാലിടാൻ. അപ്പോൾ ഒക്കെ കഴിഞ്ഞു. എപ്പോൾ വന്ന ഗൈസ് 11:30 വന്നിരിക്കണം. സമയം ഇപ്പോൾ 2-2:30. ഇതുവരെ എന്നോട് തൊട്ടാക്കിയില്ല. പക്ഷെ ഫുള്ള് സെറ്റാക്കി തന്നിട്ട് കേട്ടോ ആള്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീട്ടിലെത്തിരിക്കണം ഗൈസ്.